ഹായ് മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ആ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ റേറ്റ് ഒരു കുറേ കോമ്പൗണ്ട് തന്നിട്ട് ആരാണ് കൂടുതൽ റിയാക്ഷൻ നടക്കുക എന്നുള്ള ചോദ്യം പൊതുവേ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. നമുക്കതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറയാം. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? അതായത് ബെൻസീൻ റിങ്ങിലുള്ള H+ പോവുക, എന്നിട്ട് പുതിയൊരു ഇലക്ട്രോഫൈൽ അങ്ങോട്ട് വരിക. അതായത് ഇലക്ട്രോഫൈൽ മീൻസ് എന്താ? ഇലക്ട്രോൺ ഇഷ്ടമുള്ള ആൾക്കാർ വരിക എന്നാണ്. അപ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ അടുത്തോട്ട് ഇലക്ട്രോൺ ഇഷ്ടമുള്ള ആൾ വരണമെന്നുണ്ടെങ്കിൽ ബെൻസീൻ്റെ അടുത്ത് ഇലക്ട്രോൺ റിച്ച്നെസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ബെൻസീനിലോട്ട് ഇലക്ട്രോണെ കൊടുക്കുന്നവർ ബെൻസീൻ റിങ്ങിൻ്റെ ഇലക്ട്രോൺ റിച്ച്നെസ് കൂട്ടും, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടും. അതാണ് കൺസെപ്റ്റ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റിലോട്ട് പോകാം. 5 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് ചോദ്യം ടുവാർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിക്കേ, ഫിനോള, OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാം +M ഗ്രൂപ്പാണ്. അടുത്ത് നോക്കിയാൽ ടൊളുവിൻ, CH3 ഗ്രൂപ്പാണ്. CH3 ഗ്രൂപ്പ് എന്ത് വയ്യ ബെൻസിലോട്ട് ഇലക്ട്രോൺ കൊടുക്കുന്നത് +I വെച്ചിട്ടും +H വെച്ചിട്ടും ഹൈപ്പർ കോൺജുഗേഷൻ വഴിയും കൊടുക്കാറുണ്ട്. അപ്പോൾ +I ഡോമിനൻസി ഹൈപ്പർ കോൺജുഗേഷൻ, അതുകൊണ്ട് ഞാൻ +H എന്ന് മാത്രമേ എഴുതി വെക്കുന്നുള്ളൂ. പിന്നെ അടുത്ത ബെൻസീന, ബെൻസിൻ്റെ മുകളിൽ അവിടെ ആരുമില്ല. ഡി എന്താ? ക്ലോറിന. ക്ലോറിൻ +M ആണെങ്കിൽ പോലും ക്ലോറിൻ്റെ ഹാലജൻസിൻ്റെ കേസിൻ്റെ പ്രത്യേകത എന്താ? റെസൊണൻസിനേക്കാളും ഇമ്പോർട്ടൻസ് അവരുടെ ഇൻഡക്റ്റീവ് എഫക്റ്റിനാണ് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ക്ലോറിൻ എന്ത് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുന്ന ആളാ? -I കാണിക്കുന്ന ആളാ. അവിടെ +M എഴുതണ്ട, കാരണം +M ഡോമിനൻസി -I. പിന്നെ NO2 ഗ്രൂപ്പ്. NO2 ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാണ്? -M ഗ്രൂപ്പാണ്. അപ്പം ബെൻസീനോട്ട് ഏറ്റവും കൊടുക്കുന്ന ആൾക്കാർ ഏതൊക്കെ? ഇയാളുണ്ട്. ഇയാൾ റെസൊണൻസ് വെച്ചിട്ടാ, ഇയാൾ ഹൈപ്പർ കോൺജുഗേഷൻ വെച്ചിട്ടാ. ആരെ നല്ല പോലെ കൊടുക്കുക? റെസൊണൻസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെൻസീനോട്ട് കൊടുക്കുന്നത് ആരാ? OH ഗ്രൂപ്പ്. പിന്നെ ആരാ? CH3 ഗ്രൂപ്പ്. പിന്നെ സിയിൽ അവിടെ കൊടുക്കുന്നില്ല, എടുക്കുന്നില്ല. ഡിയിൽ നോക്കിക്കേ, ഡിയിൽ ഇൻഡക്റ്റീവ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വിത്ഡ്രോ ചെയ്യുന്നുണ്ട്. അതായത് അപ്പോൾ പിന്നെ ഡി ആണ് വരിക. ഏറ്റവും കൂടുതൽ ബെൻസീൻ റിംഗിൽ നിന്ന് ഇലക്ട്രോൺ എടുക്കുന്നത് എന്താ? -M വെച്ചിട്ടാണ്. അതുകൊണ്ട് NO2 ആണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും റിയാക്ഷൻ റേറ്റ് കുറവായിരിക്കും ഈക്കായിരിക്കും. മനസ്സിലായല്ലോ? NO2 -M വെച്ചിട്ടാണ്, ക്ലോറിൻ -I വെച്ചിട്ടാണ്. അപ്പോൾ ഇയാൾ കുറച്ച് എടുക്കുന്നുള്ളൂ, ഇയാൾ കുറേ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ കുറേ കൊടുക്കുന്നു, കുറച്ച് കൊടുക്കുന്നില്ല, എടുക്കുന്നില്ല, കുറച്ചെടുക്കുന്നു, കുറേ എടുക്കുന്നു. അപ്പം ഇതായിരിക്കും റിയാക്ഷൻ്റെ റേറ്റിൻ്റെ ഓർഡർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതേപോലത്തെ അടുത്തൊരു വീഡിയോ നമുക്ക് വേറെ സെക്ഷനിലായിട്ട് കാണാം. അതുവരെ ബൈ.